പിന്നെ ഒരു സംഭവം ചെയ്തത് അത് വലിയൊരു സംഭവമായിരുന്നു. അതെൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അത് എൻ്റെ സമയം അത് പറയാൻ പറ്റില്ല, അത് ദൈവം ഇതാക്കി. നമ്മുടെ IPL കൊച്ചി ടസ്കേഴ്സിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളെ അളിയൻ്റെ തന്നെ ഒരു ഫ്രണ്ട്, നിങ്ങളറിയും, എല്ലാവരും അറിയും, നമ്മളെ സാജിദ് യഹിയ കൽപ്പൊക്കെ ചെയ്തില്ലേ, സാജിദ് യഹിയ എന്നോട് പറഞ്ഞ്, സാജിദ് യഹിയ പറഞ്ഞ് നമുക്ക് IPL വേണ്ടി ഒരു പാട്ട് ചെയ്യണം റഫീഖ് ഭായ് എന്ന് പറയുമ്പോൾ, അതിനെന്താ നമ്മളെ അളിയനുണ്ട് പുള്ളിയോട് പറയാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈ നാഗാർജുനയിൽ ഓഫീസിലിരിക്കുകയാണ് അവിടെ കാക്കനാട്, ആ ഫ്ലാറ്റിലാണെന്ന്. അപ്പോൾ എന്നെ വിളിച്ച അളിയാ എനിക്കൊരു ചാൻസ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് ചെയ്തു, അത് ഈ കളി നടക്കുമ്പോൾ അവിടെ ഇടും, സ്റ്റേഡിയത്തിലിടും, മൊത്തം വൈറലാവും. അപ്പോൾ എന്താണ് സംഭവിച്ചത്, കൊച്ചി ടസ്കേഴ്സിനെ കുറിച്ചൊരു പാട്ട് ഇറക്കാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നേരെ ഒരു 3-4 ദിവസത്തെ പേപ്പർ എടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് ഈ ഏകദേശം ഇവരെക്കുറിച്ചൊരു രൂപം അങ്ങോട്ട് മനസ്സിലാക്കി, കൊച്ചി ടസ്കേഴ്സ് കൊമ്പന്മാരെന്താണെന്നുള്ളത്. അങ്ങനെ ഞാനൊരു പാട്ട് ഇവിടുന്ന് ഇരുന്ന് എഴുതി. കൊമ്പന്മാരെ വമ്പന്മാരെ IPL-ൻ വീരന്മാരെ, കൊച്ചിക്കാർക്കിന്നാഘോഷമായി കൊച്ചിൻ ടസ്കറിൻ വരവേൽപ്പോടെ, ഇന്നല്ലേ ആഘോഷം ആ കാണുന്ന പൊടിപൂരം, ഇന്നല്ലേ ആഘോഷം ഈ കാണുന്ന പൊടിപൂരം, തകിട 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 നന്ദാനാരേ. ഈ സംഭവം അതിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. ഇത് വൈകുന്നേരത്തിന് ഞാൻ ക്ലിയർ ചെയ്ത് സാജിത്തിനെ വിളിച്ച്, ഓക്കെ നമുക്ക് ഓഫീസിലിരിക്കാമെന്ന് പറഞ്ഞു. വൈറ്റ് ലൈൻ ഓഫീസിൽ ചെന്ന് ഞാൻ പാട്ട് അവിടെ ടേബിളിൽ കൊട്ടിപ്പാടി തന്നെ പകുതി ആയപ്പോഴത്തേനും സാജിത്ത് പറഞ്ഞു, 1 മിനിറ്റ് ഇട്ടാന്ന് പറഞ്ഞു. സാജിത്ത് വേറൊരു പയ്യനുണ്ട്, അവനെ വിളിച്ച്, അവനെ എന്താ പടത്തിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ചെയ്തിട്ടുള്ളത്, ഒന്ന് ഓടി വാ ഒരു പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. പുള്ളി വന്ന് അതിന് 2 പ്രാവശ്യം 3 പ്രാവശ്യം അവിടെ നിന്ന് ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ച്. സംഭവം ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. നവാസ് ഭായ് സൂപ്പർ സാധനം, നല്ല ഉഗ്രൻ സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് വർക്ക് തുടങ്ങിക്കോ, ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷക്കീറിനോട് സംസാരിച്ച് നേരെ ഷക്കീറിൻ്റെ അടുത്ത് പോയി. ഷക്കീർ റിതോക്കെ തുടങ്ങി വെച്ച് എൻ്റെ അഫ്സൽ ചേട്ടനല്ലേ, അപ്പോൾ റിതോക്കെ തുടങ്ങി വെച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രൈഡേ അന്ന് MTV ചാനലില്ലേ, MTB ഒരു MTB അല്ലല്ലോ, ഒരു ഏതൊരു ചാനൽ അല്ല, കപ്പയല്ല, ആ ചാനലിപ്പോൾ ഇല്ല. ആ ചാനലിപ്പോൾ ഇല്ല, അത് നിലവിലില്ല ഇപ്പോൾ. ആ ചാനലുകാരാണ് ഈ പ്രോഗ്രാമൊക്കെ ഈ കവർ ചെയ്യണം. അതിൻ്റെ MD വരും വെള്ളിയാഴ്ച. വരുമ്പോൾ നവാസ് ഭായ് ഇവിടെ വന്നം, ഞാൻ അഡ്വാൻസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനന്ന് അന്നത്തെ ദിവസമൊക്കെ ഞാൻ എപ്പോഴും ചെയ്യണത് സൈലൻറ്റിൽ വെക്കൂല, ഫോൺ ഓഫ് ചെയ്ത് വെക്കലാണ്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ പള്ളിയിൽ കയറി തിരിച്ചവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഞാനവിടെ വെറുതെ ചാരി ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എണീച്ചപ്പോൾ 4 മണി. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ആരും കോളേജ് കണ്ടില്ല. പറഞ്ഞ് ഞാൻ ഫോൺ ഓണാക്കലും സാജിത്തിൻ്റെ കോള എങ്ങനെ കിടക്കണം. സാജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്ത് പണിയാണ് നവാസ് ഭായ് കാണിച്ചത്, MD ഇവിടെ നിങ്ങളെ 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു, നിങ്ങൾ എന്താ ഫോൺ എടുക്കായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ സാജിത്ത് ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഓക്കെ പള്ളിയിൽ പോയി സൈലൻറ്റ് ചെയ്ത് വെച്ചുകൂടായിരുന്നോ ചോദിച്ചു. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. പക്ഷെ എന്ത് പരിപാടി, ഇനിയിപ്പോൾ എനിക്കറിയാൻ പാടില്ല എന്താവും ഏതാവും. പുള്ളി ആകെ ദേഷ്യം പിടിച്ചാൽ പോയെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഒക്കെ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ സാഹിത്യൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് രക്ഷയില്ല. എനിക്കിനി അറിയാൻ പറ്റില്ല എന്താ ചെയ്യണമെന്ന്. കാരണം ഞാൻ ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി സംസാരിച്ചിട്ട് പിന്നെ പുള്ളിൻ്റെ ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. പുള്ളി പാട്ടും കൂടി കേട്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നേ. അങ്ങനെ അത് നടക്കാതെ അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ ഷക്കീറിനോട് പറഞ്ഞേ, ഷക്കീർ ഭായ് ഒരു കാര്യം ചെയ്യാം, എത്ര വരും ഇതിൻ്റെ ചിലവ്, ഒറ്റ പാട്ടല്ലേ ഉള്ളൂ. ഷക്കീർ പറഞ്ഞു ഇത്ര കാശ്, ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല നവാസ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ എൻ്റെ ആ ഒരു വിഷമം തീർക്കാൻ ആ പാട്ട് ഞാൻ ഒരു ട്രാക്കും ഒരു CD, ഒരു പാട്ടും ഒരു സോങ്ങും ഒരു ട്രാക്കുമായിട്ട് ആ ഒരു CD-യിൽ ഫയൽ ചെയ്തിട്ട് ആ ഫയൽ എനിക്ക് അയച്ചു തന്ന് ഞാൻ ഒറ്റക്ക് പോയി നമ്മുടെ പുല്ലേപ്പടി പോയിട്ട് അതിൻ്റെ മേളിൽ ഒരു ടീമുണ്ട്, അവിടെ പോയിട്ട് CD ആക്കി എൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ മറ്റേ ഡിസൈനൊക്കെ ചെയ്ത് കൊമ്പന്മാരെ എന്ന് പറഞ്ഞിട്ട് കൊച്ചി ടസ്കേഴ്സ് കൊമ്പന്മാരെന്ന് പറഞ്ഞിട്ട് ആ സാധനം ഞാൻ CD ആയിട്ട് ഇറക്കി. എന്നിട്ട് ഒരു 100 CD അടിച്ചിറക്കിയിട്ട് 25 റുപ്പീസിന് ഒരു CDക്ക് പേയ്മെൻറ്റ് വിട്ടിട്ട് ആ സ്റ്റേഡിയത്തിൽ തന്നെ കുറേ പേർക്ക് വിതരണം ചെയ്ത് വിറ്റും കുറേ പേർക്ക് ഫ്രീ ആയിട്ടും കൊടുത്ത് അത് തീർത്ത്. സന്തോഷം. അത് വല്ലാത്തൊരു എന്താ പറയുക. പക്ഷേ എനിക്കിപ്പോൾ വേറൊരു ആഗ്രഹമുണ്ട്, ഈ വരുന്ന ന്യൂ ഇയറിന് ടൈം കിട്ടിയിട്ടില്ല, ഈ ന്യൂ ഇയറിന് ആ വരികൾ വെച്ച് തന്നെ അതൊരു ന്യൂ ഇയർ സോങ് ആയിട്ട് ഇറക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ വരികളിൽ മാറ്റം വരുത്തിയിട്ട് ആ ട്യൂൺ വെച്ചിട്ട് തന്നെ കുറച്ച് ഫാസ്റ്റാണ് സംഭവം, അത് ന്യൂ ഇയർ സോങ് ആയിട്ട് ഇറക്കിയാലോ എന്നുള്ളത്
അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. അത് വലിയ റിസ്ക് വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം അങ്ങനെ അത് ഒരു ആൽബത്തിൽ പെട്ടതാണ്. ഏത് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ആൽബത്തിൽ പെട്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ 7 ആൽബം ചെയ്തിട്ടെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ ഒരു സംഭവം. അപ്പം ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ പരിപാടികൾ ഉഷാറായിട്ട് നടക്കട്ടെ. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിലിമിൽ എപ്പോഴും ചാൻസ് 1-2 ഈ ഇടയ്ക്ക് വന്നിരുന്നു. അഭിനയിക്കാനാണോ അതോ പാടാനാണോ? അഭിനയിക്കാനിപ്പോൾ ഈ പറഞ്ഞില്ലേ ജാക്കി ഷെരീഫ് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. ഞാൻ പുള്ളിയോടൊന്ന് വിളിച്ചു പറഞ്ഞു, റഫീഖ് ഭായി അടുത്ത ചെയ്തോ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞു. ഇല്ല നോക്കട്ടെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, 1-2 സ്ക്രിപ്റ്റൊക്കെ ഫിലിമിനൊക്കെ പറ്റിയ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഒരു പാർട്ടിനെ കൊണ്ട് കേൾപ്പിച്ചതാണ്, അവർക്ക് ഇഷ്ടമായതാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ എവിടെ ഒരു പോകും നമുക്കറിയില്ലല്ലോ. പോട്ടെ, പോകണിടത്തോളം പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഒരു ഹിറ്റി പാട്ടും കൂടി ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. മുസാഫിർ ഹൂ യാരോ നഗർ ഹൈ നാ ठिकाना मुझे चलते जाना है बस चलते जाना मुसाफिर हूँ यारो नगर है ना ठिकाना मुझे चलते जाना है ബസ് ചൽത്തെ ജാനാ. ഞാൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു മിന്നൽ വള ഇപ്പൊ പാടാറുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് പുതിയ യൂത്തിന്റെ അതും കൂടി ഒന്ന് പാടല്ലേ? പല സ്ഥലത്തും അത് പാടാൻ പറയുന്നുണ്ട് തോന്നുന്നു. ഇത് ഞാൻ ഈ കഴിഞ്ഞ മാസം പൂക്കാട്ടുപടിയിലൊരു ഹൈനസ് ഹാൾ എന്ന് പറഞ്ഞ ആളുണ്ട്, അവിടെ ഞാൻ പാടിയിട്ട് അത് എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് കണ്ടപ്പോൾ 6.9K ഒക്കെ ആയിട്ടുണ്ടായി. അപ്പം എനിക്കൊണ്ട് അതിൽ കൂടിയിട്ടുണ്ടാവും. അത് ഭയങ്കര ഇത്തിരി ഒരു വൈറലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ പാട്ട്. അത് എല്ലാവരും പറഞ്ഞ് നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ ഒരു ആ വോയിസ് ടച്ച്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂപ്പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ കൊണ്ടലായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഓക്കെ, വീണ്ടും കാണണം അല്ലേ? അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ്. ന്യൂ ഇയറിന്റെ പരിപാടി നടക്കട്ടെ. ന്യൂ ഇയറിന്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും. ഓക്കെ, നമസ്കാരം, താങ്ക് യു.